ചെങ്കോട്ട സ്ഫോടനത്തിൽ ഭീകരർ പദ്ധതിയിട്ടത് ഡ്രോൺ ആക്രമണത്തിന്. ലക്ഷ്യമിട്ടത് ഹമാസ് മാതൃക ആക്രമണം. ആക്രമണത്തിന് പദ്ധതിയിട്ടതിന് അന്വേഷണ ഏജൻസികൾക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ദില്ലി ചാവേർകാർ ബോംബ് ആക്രമണത്തിൽ ഉൾപ്പെട്ട വൈറ്റ് കോളർ ഭീകര മൊഡ്യൂൾ നവംബർ 10 ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന ഭീകര ആക്രമണത്തിന് മുൻപ് ഡ്രോണുകൾ ആയുധമാക്കുന്നതിനും റോക്കറ്റുകൾ നിർമ്മിക്കുന്നതിനുമായി അവയിൽ മാറ്റം വരുത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ശ്രമം 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന് സമാനമാണ്. അന്ന് അവർ ഡ്രോണുകൾ തടസ്സപ്പെടുത്തലിനും നാശത്തിനുമുള്ള പ്രധാന ആയുധമായി ഉപയോഗിച്ചു. ചാവേർ ബോംബർ ഉമർ ഉൻ നബിക്കൊപ്പം പ്രവർത്തിച്ച രണ്ടാമത്തെ തീവ്രവാദി എന്ന് സംശയിക്കുന്ന ആളെ അറസ്റ്റ് ചെയ്തതോടെയാണ് ദേശീയ അന്വേഷണ ഏജൻസി വലിയ ഒരു ഭീഷണി കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നിന്നും അറസ്റ്റിലായ ആദ്യ പ്രതിയായ അമീർ റാഷിദ് അലി എന്ന ജമ്മു കാശ്മീർ സ്വദേശിയായ ജാസിർ ബിലാൽ വാനി എന്ന ഡാനിഷിനെ ശ്രീനഗറിൽ വെച്ച് NIA സംഘം പിടികൂടി. ഉമർ ഉൻ നബി ഒരു ഷൂ ബോംബറായി പ്രവർത്തിച്ചോ എന്ന പുതിയ ഒരു കാഴ്ചപ്പാടും NIA പരിശോധിക്കുന്നുണ്ട്. 2001 അമേരിക്കൻ എയർലൈൻസ് വിമാനത്തിൽ ഷൂസിൽ ഒളിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിക്കാൻ ശ്രമിച്ച ഭീകരൻ റിച്ചാർഡ് റീഡിന്റെ കേസുമായി ഈ മാതൃകയ്ക്ക് സാമ്യമുണ്ട്. കാർ ബോംബ് സ്ഫോടനത്തിന് മുമ്പ് ഡ്രോണുകൾ പരിഷ്കരിച്ചും റോക്കറ്റുകൾ നിർമ്മിക്കാൻ ശ്രമിച്ചും ഭീകര ആക്രമണങ്ങൾ നടത്തുന്നതിന് സാങ്കേതിക സഹായം നൽകിയതായി ഡാനിഷ് ആരോപിച്ചതായി NIAയുടെ പ്രസ്താവനയിൽ പറയുന്നു. വൈറ്റ് കോളർ മൊഡ്യൂളും അതിന്റെ ചാവേർ ബോംബറുമായി നബി നടത്തിയ ആക്രമണത്തിന് പിന്നിൽ അനന്ത്നാഗ് ജില്ലയിൽ നിന്നുള്ള തീവ്രവാദി എന്ന് സംശയിക്കുന്ന ആൾ സജീവമായി ഗൂഢാലോചന നടത്തിയിരുന്നു എന്ന് NIA കണ്ടെത്തി. എല്ലാ കോണുകളും പരിശോധിക്കുകയും ഒന്നിലധികം സൂചനകൾ തേടുകയും ചെയ്യുന്നുണ്ട് എന്ന് NIA പറഞ്ഞു. ക്യാമറകൾക്കൊപ്പം ഭാരമേറിയ ബോംബുകളും വഹിക്കാൻ കഴിയുന്ന വലിയ ബാറ്ററികൾ ഘടിപ്പിച്ച ശക്തമായ ഡ്രോണുകൾ നിർമ്മിക്കാൻ ഡാനിഷ് ശ്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ചെറിയ ആയുധധാരികളായ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിൽ അദ്ദേഹത്തിന് പരിചയമുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. തിരക്കേറിയ ഒരു പ്രദേശത്തെ ആയുധധാരികളായ ഡ്രോൺ അയച്ച് പരമാവധി നാശനഷ്ടങ്ങൾ വരുത്താനാണ് ഭീകര സംഘടനയുടെ പദ്ധതി. ഹമാസ് പോലുള്ള ഗ്രൂപ്പുകളും യുദ്ധക്കെടുതി നേരിടുന്ന സിറിയയിലെ നിരവധി ഗ്രൂപ്പുകളും അത്തരമൊരു തന്ത്രം പയറ്റിയിട്ടുണ്ട് എന്നും വൃത്തങ്ങൾ പറയുന്നു. തീവ്രവാദികൾക്ക് ഡ്രോണുകൾ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ഇക്കാലത്ത് എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഭീഷണികളെ നേരിടാൻ ഓരോ രാജ്യവും അവരുടെ സാങ്കേതിക ശേഷിയെ ആശ്രയിച്ച് വ്യത്യസ്ത തലങ്ങളിലേക്ക് സ്വയം തയ്യാറായിട്ടുണ്ട്. ഇന്ത്യയും തങ്ങളുടെ ഡ്രോൺ ആക്രമണ ആന്റി ഡ്രോൺ യൂണിറ്റുകൾ വലിയ തോതിൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ചെറുതും എന്നാൽ ശക്തവുമായ ബോംബുകൾ വഹിക്കാൻ ഡ്രോണുകൾ പരിഷ്കരിച്ചതും അസംസ്കൃത റോക്കറ്റുകൾ നിർമ്മിക്കാൻ ശ്രമിച്ചതും ഉൾപ്പെടെ വാനി സംഘത്തിന് സാങ്കേതിക സഹായം നൽകിയതായിട്ടാണ് അന്വേഷണത്തിൽ കണ്ടെത്തുന്നത്. ഏജൻസിയുടെ അഭിപ്രായത്തിൽ ഡ്രോണുകളിൽ ക്യാമറകളും ശക്തമായ ബാറ്ററികളും ഘടിപ്പിച്ച സ്ഫോടക വസ്തുക്കൾ നിറച്ച് തിരക്കേറിയ പൊതുസ്ഥലങ്ങളിൽ പറത്തി സ്ഫോടനങ്ങൾ നടത്തുക എന്നതായിരുന്നു പദ്ധതി. സിറിയ, ഇറാഖ്, ഇസ്രായേൽ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ സംഘർഷ മേഖലകളിൽ ഹമാസ്, ISIS തുടങ്ങിയ ഭീകര സംഘടനകൾ ഇത്തരം ഡ്രോൺ എത്തിച്ച് ബോംബുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഈ മാതൃക പകർത്താൻ മൊഡ്യൂൾ ആഗ്രഹിച്ചിരുന്നു എന്ന് ആരോപിക്കപ്പെടുന്നു. എന്നാലും ഈ ആക്രമണങ്ങൾ നടത്തുന്നതിനു മുൻപ് മൊഡ്യൂൾ തിരിച്ചറിഞ്ഞ് പൊളിച്ചു മാറ്റിയതിനാൽ പദ്ധതി യാഥാർത്ഥ്യമായില്ല. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഗ്രൂപ്പുകൾ മുൻപ് ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. 2021 ജമ്മു വ്യോമസേനാ സ്റ്റേഷനിൽ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾ ഉപയോഗിച്ച് 2 സ്ഫോടക വസ്തുക്കൾ വർഷിച്ചു. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ അധിഷ്ഠിത ഭീകരാക്രമണമായിരുന്നു. ചോദ്യം ചെയ്യലിൽ പൊളിറ്റിക്കൽ സയൻസ് ബിരുദധാരിയായ വാനി കഴിഞ്ഞ ഒക്ടോബറിൽ കുൽഗാമിലെ ഒരു പള്ളിയിൽ വെച്ചാണ് ഡോക്ടർ മൊഡ്യൂളിലെ അംഗങ്ങളെ ആദ്യമായി കണ്ടത് എന്ന് സമ്മതിച്ചതായി ആരോപിക്കപ്പെടുന്നു. ഇതേ മൊഡ്യൂൾ നേരത്തെ അന്വേഷണത്തിലായിരുന്നു. ഭീകര ആക്രമണ പദ്ധതിയിൽ ചേരുന്നതിനായി ഫരീദാബാദിലെ അൽഫലാഖ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട വാടക വീട് സന്ദർശിക്കാൻ ചാവേർ ബോംബർ ഉമർ വാനിയോട് ആവശ്യപ്പെട്ടു എന്നാണ് NIAയുടെ കണ്ടെത്തൽ. ശൃംഖലയുടെ ഭാഗമായി എന്ന് ആരോപിക്കപ്പെടുന്ന അറസ്റ്റിലായ ഡോക്ടർമാരെ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് വാനിയുടെ പേര് ആദ്യം ഉയർന്നു വന്നത്. ഞായറാഴ്ച ദില്ലിയിൽ നിന്ന് മറ്റൊരു കാശ്മീരി സ്വദേശിയായ അമീർ റാഷിദ് അലിയെയും അന്വേഷണ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. ചെങ്കോട്ട സ്ഫോടനത്തിന് ഉപയോഗിച്ച I-20 കാർ ഇയാളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഉമർ ഉൻ നബി ഒരു ഷൂ ബോംബർ ആയിരുന്നു എന്നതും NIA പരിശോധിക്കുന്നുണ്ട്. തകർന്ന I-20യുടെ വലതുവശത്തെ മുൻവശത്തെ ടയറിനടുത്ത് ഡ്രൈവർ സീറ്റിനടിയിൽ നിന്ന് ഒരു ഷൂ അന്വേഷകർ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ സംശയം ഉയർന്നു വന്നത്. ഷൂവിനുള്ളിൽ ഒരു ലോഹവസ്തു ഫോറൻസിക് സംഘം കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്ന് അതൊരു ട്രിഗറിംഗ് ഉപകരണമായി ഉപയോഗിച്ചിരിക്കാനുള്ള സാധ്യതയിലേക്ക് എത്തുന്നുണ്ട്. 2001 അമേരിക്കൻ എയർലൈൻസ് വിമാനത്തിൽ തന്റെ ഷൂസിൽ ഒളിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിപ്പിക്കാൻ ശ്രമിച്ച തീവ്രവാദി റിച്ചാർഡ് റീഡിന്റെ കേസുമായി ഈ പാറ്റേണിന് സാമ്യമുണ്ട്. സ്ഫോടനം നടന്ന സ്ഥലത്തിന് സമീപമുള്ള ഷൂവിലും ടയറിലും തീവ്രവാദ ഗ്രൂപ്പുകൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഉയർന്ന സ്ഫോടനാത്മക വസ്തുവായ TATPയുടെ അംശം കണ്ടെത്തിയതായും അന്വേഷകർ പറഞ്ഞു. ഷൂ ബോംബിനൊപ്പം കാറിന്റെ പിൻസീറ്റിനടിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങളും ഫോറൻസിക് സംഘങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആക്രമണം നടത്താൻ മൊഡ്യൂൾ ഒന്നിലധികം സ്ഫോടക വസ്തു സംവിധാനങ്ങൾ ഉപയോഗിച്ചിരിക്കാം എന്നും ഇത് സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമാൻസ്.